ഹലോ, വെൽക്കം ബാക്ക്. മഞ്ജുഷയാണ്. നമുക്കിന്ന് നോർമൽ പാൻസ് തയ്ക്കുവാനായിട്ട് പഠിക്കാം. നോർമൽ പാൻസിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ എടുക്കണം, അതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെ ഉണ്ടാക്കണം, അത് എങ്ങനെ കട്ട് ചെയ്യാം, സ്റ്റിച്ച് ചെയ്യാം, എല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നോർമൽ പാൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പണ്ടൊക്കെ നമ്മൾ കൂടുതലും യൂസ് ചെയ്തിരുന്ന പ്ലീറ്റഡ് പാൻസ് ആണ് കേട്ടോ. ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ്സ് ഉള്ള നോർമൽ പാൻറ്റ് നമുക്ക് തയ്ക്കാം. ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ തയ്ക്കാറുണ്ട്. സൈഡിൽ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ തയ്ക്കാറുണ്ട്. ഇപ്പോൾ സൈഡിലൊക്കെ പ്ലീറ്റ്സ് വരുന്ന രീതിയിൽ തയ്ക്കുന്ന നമുക്ക് കുറച്ച് വണ്ണമുള്ളവർക്ക് അങ്ങനെ തയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ ക്രോച്ച് ഏരിയയിലൊന്നും ഒരു പിടുത്തം വരില്ല. ഞാനിവിടെ സ്റ്റുഡൻസിന് പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് നോർമൽ പാൻസ് ആണ് കേട്ടോ. ആ നോർമൽ പാൻസ് ഇപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല, എങ്കിലും അത് പഠിച്ചിരിക്കണം. കാരണം സ്കൂൾ യൂണിഫോം, ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂൾ യൂണിഫോം നമ്മൾ അങ്ങനെയാണ് തയ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് മെഷർമെൻറ്റ്സ് എല്ലാം കറക്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏത് ഫാഷൻ പാൻസ് വന്നാലും നമുക്ക് തയ്ക്കുവാനായിട്ട് അതിനെ ബേസ് ചെയ്ത് ഒന്ന് മെഷർമെൻറ്റ്സ് നോക്കിയാൽ മതി. തയ്ക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് ആവശ്യമുള്ള മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ആദ്യം സെൽഫായിട്ടുള്ള മെഷർമെൻറ്റാണ് കാണിക്കുന്നത് കേട്ടോ. സെൽഫ് മെഷർമെൻറ്റ്സ് ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ 4 മെഷർമെൻറ്റ്സ് മാത്രം മതിയാവും. ലെങ്ത്ത് എടുക്കണം. എത്രയാണോ നമുക്ക് ലെങ്ത്ത് വേണ്ടത്, എവിടെയാണോ നമ്മൾ പാൻറ്റ് കെട്ടുന്നത് അവിടെ നിന്ന് താഴെ വരെയുള്ള ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ലെങ്ത്ത് എടുക്കുക. പിന്നെ അരവണ്ണം, എവിടെയാണ് നമ്മൾ പാൻറ്റ് കെട്ടുന്നത് ആ കെട്ടുന്ന വശത്ത് അരവണ്ണം എടുക്കുക. പിന്നെ കൂടാതെ സീറ്റ് വണ്ണം വേണം, ആംഗിളിൻ്റെ അളവ് വേണം. സീറ്റ് വണ്ണം നമുക്ക് ഇതിന് എടുക്കേണ്ട ആവശ്യമില്ല, ഇത് കുറച്ച് ലൂസായിട്ടുള്ള പാൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയാണോ അരവണ്ണം എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു 10 ഇഞ്ച് കൂട്ടിയാൽ മതി. കുട്ടികളാണെങ്കിൽ 6 ഇഞ്ച് കൂട്ടിയാൽ മതി. നമുക്ക് വലിയവർക്കൊക്കെ തയ്ക്കണമെങ്കിൽ 10 ഇഞ്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സീറ്റ് വണ്ണം കിട്ടും. ആംഗിൾ ചുറ്റളവ് നമുക്ക് എടുക്കാം. ആ കാലിൻ്റെ ആംഗിളിൻ്റെ അവിടുത്തെ എത്രയാണ് നമുക്ക് അവിടുത്തെ വണ്ണം വേണ്ടത് അതനുസരിച്ച് ചുറ്റിച്ചെടുക്കുക. അതല്ലെങ്കിൽ അതിനൊരു അളവുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആംഗിൾ ചുറ്റളവ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വളരെ വണ്ണം കുറവുള്ള ഒരാളാണെങ്കിൽ ഒരു 11.5 തൊട്ട് 12.5 വരെ മതിയാവും. ഈ വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ 14 തൊട്ട് 14.5 വരെ എടുക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും ഫിക്സഡ് ആയിട്ടുള്ള ഒരളവെന്ന് പറയുന്നത് 11.5 തൊട്ട് 14.5 വരെ നമുക്ക് എടുക്കാം. കുറച്ച് വണ്ണം കൂടുതലാണെങ്കിൽ 14 എടുക്കുക. അപ്പോൾ കുറച്ച് ലൂസൊക്കെ വേണം. വണ്ണം കുറവാണെങ്കിലും അവർ പറയുകയാണ് ആംഗിളിൻ്റെ അവിടെ കുറച്ച് ടൈറ്റ് ആവേണ്ട, കുറച്ച് ലൂസായിട്ട് മതി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു 12, 12.25 അല്ലെങ്കിൽ 12.5 വരെ എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് പിന്നെ തയ്ച്ച് വരുമ്പോൾ നമുക്കറിയാം എത്ര വേണം എന്നുള്ളത് അറിയാം. അവരോടൊന്ന് ചോദിക്കുക ടൈറ്റായിട്ട് വേണം. ചിലർ നല്ല ടൈറ്റായിട്ട് അവിടെ ഒന്ന് പിടിച്ചിരിക്കണം എന്ന് പറയും. അപ്പം ചിലർക്ക് ലൂസായിട്ട് മതി എന്ന് പറയും. അപ്പോൾ കസ്റ്റമറിനോട് നമ്മൾ ചോദിച്ചിട്ട് അവരുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആംഗിൾ ചുറ്റളവ് എടുക്കുക. ഇനി അപ്പോൾ നമ്മൾ അളവെടുക്കേണ്ട രീതികളെല്ലാം പഠിച്ചു, എങ്ങനെയാണ് അളവെടുക്കേണ്ടതെന്ന് പഠിച്ചു. 4 മെഷർമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. അതിൽ 2 മാത്രം നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്താൽ മതി, അരവണ്ണവും ലെങ്ത്തും. സീറ്റ് വണ്ണം നമ്മൾ അരവണ്ണത്തിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. കുട്ടികളാണെങ്കിൽ 10 ഇഞ്ചിന് പകരം 6 ഇഞ്ച് എടുത്താൽ മതിയാവും. പിന്നെ ആംഗിൾ ചുറ്റളവ് ഞാൻ പറഞ്ഞു 11.5ക്കും 14ക്കും ഇടയ്ക്കാണ് വേണ്ടത്. വണ്ണം കുറവാണെങ്കിൽ ഒരു 12 വരെ എടുക്കുക. വണ്ണം കൂടുതലുള്ളവരാണെങ്കിൽ ഒരു 14.5 അല്ലെങ്കിൽ 14, ഇത്രയും മതിയാവും. ബോഡിയിൽ നിന്ന് എടുക്കേണ്ട അളവ് ഒന്നുകൂടെ എടുത്ത് കാണിച്ചു തരാം. അരവണ്ണമാണ് എടുക്കേണ്ടത്. അരവണ്ണം എടുക്കുമ്പോൾ നമ്മൾ എവിടെയാണോ പാൻറ്റ് കെട്ടുന്നത് അവിടുത്തെ വണ്ണമാണ് എടുക്കേണ്ടത്. ടേപ്പ് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഒരുപാട് ടൈറ്റ് ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഒന്ന് നമ്മൾ ടേപ്പ് ഇങ്ങനെ കറക്കുമ്പം കറക്റ്റായിട്ട് അങ്ങനെ പോവുക. അതാണ് അളവ്. ഇനി എടുക്കേണ്ട രണ്ടാമത്തെ അളവെന്ന് പറയുന്നത് ലെങ്ത്താണ്. ലെങ്ത്ത് നമ്മൾ എവിടെയാണോ പാൻറ്റ് കെട്ടുന്നത് അവിടെ നിന്ന് താഴെ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ അളവെടുക്കുക. മെഷർമെൻറ്റ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വിശദമായിട്ട് ഇതിന് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് സെൽഫായിട്ട് എടുക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് വേറൊരാളെ എടുക്കുമ്പോൾ അവരുടെ അരവണ്ണം എടുക്കേണ്ടത്. ലെങ്ത്ത് അവരെവിടെയാണോ പാൻറ്റ് കെട്ടുന്നത് അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ ടേപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഒന്ന് താഴെ ടച്ച് ചെയ്യുന്ന രീതിയിൽ എടുക്കുക. ഇപ്പം ഞാൻ സെൽഫായിട്ടുള്ള മെഷർമെൻറ്റ് എടുക്കാനാണ് കാണിച്ചത്. വേറൊരാൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ എടുത്താൽ മതി കേട്ടോ. അരവണ്ണം എടുക്കുക. എന്നിട്ട് എവിടെയാണോ ഒരു പാൻറ്റ് കിട്ടുന്നതെന്ന് ചോദിക്കുക. കസ്റ്റമറിനോട് ചോദിക്കണം. ചോദിച്ചിട്ട് അവിടെ തൊട്ട് ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ടേപ്പ് വളയാതെ ലെങ്ത്ത് എടുക്കുക. അപ്പോൾ 2 അളവ് മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് ഏതൊക്കെ മെഷർമെൻറ്റ്സ് വേണമെന്ന് ആദ്യമേ തന്നെ ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ലെങ്ത്ത് വേണം, വേസ്റ്റ് വേണം, പിന്നെ സീറ്റ് എന്ന് പറയുന്നത് വേസ്റ്റിൻ്റെ കൂടെ 10 ഇഞ്ച് കൂട്ടുന്നതാണ്. കുട്ടികൾക്ക് 6 ഇഞ്ച് കൂട്ടുക. പിന്നെ ആംഗിൾ ചുറ്റളവ് വേണം. നോർമൽ ബോട്ടത്തിനാണ് നമ്മൾ ഈ രീതിയിൽ സീറ്റിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. അതായത് വേസ്റ്റിൻ്റെ കൂടെ 10 ഇഞ്ച് അല്ലെങ്കിൽ 6 ഇഞ്ച് എടുക്കുന്നത്. ബാക്കിയുള്ള ബോട്ടത്തിനൊക്കെ മെഷർമെൻറ്റ്സ് വ്യത്യാസമുണ്ട്. അത് ഓരോ ബോട്ടും പഠിപ്പിക്കുമ്പോഴും പറഞ്ഞുതരാം. ഇനി നമുക്ക് ബോട്ടം വരയ്ക്കുവാനായിട്ടുള്ള പിക്ചേഴ്സും വരയ്ക്കാം. അതിൻ്റെ കൂടെ മെഷർമെൻറ്റ്സ് ഉണ്ടാക്കി അത് മാർക്ക് ചെയ്ത് പോവുകയും ചെയ്യാം. ആദ്യം തന്നെ എല്ലാവരും റെക്കോർഡ് ബുക്കിൽ ഇതുപോലൊരു റെക്റ്റാങ്കിൾ ബോക്സ് വരയ്ക്കുക. എന്നിട്ട് ഇതിനകത്ത് കാണുന്ന A1 C C1 എന്നുള്ളത് കറക്റ്റ് അതേ സ്ഥലത്ത് മാർക്ക് ചെയ്യുക.
ഇത് ഏറ്റവും മുകളിലെ വേസ്റ്റ് ബാൻഡിൻ്റെ അളവുകളാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഇതുപോലെ പടം വരച്ചിട്ട് അതേപോലെ തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ, എങ്കിലേ തെറ്റിപ്പോവാതെ ഇരിക്കുകയുള്ളൂ. ഞാൻ പറയുന്ന അതേ രീതിയിൽ തന്നെ മനസ്സിലാവുള്ളൂ. പിക്ചറിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന A1-ഉം C1-ഉം ഒരേ അളവ് തന്നെയാണ്. ഒന്നെങ്കിൽ 7 ഇഞ്ച് എടുക്കുക അല്ലെങ്കിൽ 8 ഇഞ്ച് എടുക്കുക. ഞാനത് ഫിക്സഡ് ആയിട്ട് ഒരു മെഷർമെൻറ്റ് തന്നെയാണ് എടുക്കാറ് കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് കറക്റ്റ് ആവുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ AC എന്ന് എഴുതിയിരിക്കുന്നത് വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 + 4 ഇഞ്ചാണ്. 4 ഇഞ്ച് തയ്യൽ തുമ്പാണ്. നമ്മളുടെ വേസ്റ്റ് എത്രയാണോ അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂടെ 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. AC എന്ന് പറയുന്ന അളവെന്ന് പറയുന്ന ക്ലോത്ത് 4ആയിട്ട് മടക്കുമ്പോഴുള്ള ഒരു അളവാണ് കേട്ടോ. ഇവിടെ ഇപ്പം ഞാൻ ഫ്രണ്ട് വ്യൂ മാത്രം കാണിക്കുന്നുണ്ട് ബോട്ടത്തിൻ്റെ. അപ്പം 2 ഭാഗം വരുന്നുണ്ട്. അപ്പം AC എന്ന് പറയുന്നത് 4ആയിട്ട് മടക്കിയിരിക്കുന്ന അളവാണ്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ACക്ക് കിട്ടുന്ന അളവ് ഇപ്പോൾ ഒരു 12 ആണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് 24 വരും. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് ഭാഗമാണിത്. ഫ്രണ്ട് ഭാഗത്ത് AC എന്ന് പറയുമ്പോൾ 12, വീണ്ടും ഒരു 12 വരും. അപ്പോൾ ഫ്രണ്ടിൽ 24 വരും, ബാക്കിലും 24 വരും. മെഷർമെൻറ്റ്സ് എടുക്കുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ക്ലോത്ത് എപ്പോഴും കട്ട് ചെയ്യുമ്പം 4ആയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിവർത്തിയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4ആയിട്ടുള്ള അളവ് വരുന്നത്. അപ്പോൾ 4ആയിട്ട് മടക്കുമ്പോൾ മുകളിലെ ബാൻഡിൻ്റെ അളവെന്ന് പറയുന്നത് AC ആണ്. AC എത്രയാണ് കിട്ടേണ്ടത് അതിനുള്ള അളവ് ഉണ്ടാക്കേണ്ട രീതിയും ഞാൻ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റിൻ്റെ 4/1 കൂടെ 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ മുകളിൽ AC എടുക്കേണ്ട അളവ് നമുക്ക് മനസ്സിലായി. ഇനി താഴത്തേക്കുള്ള A1 അല്ലെങ്കിൽ C1 എന്ന് പറയുന്നത് ഞാൻ എല്ലാവർക്കും 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചാണ് എടുക്കാറ്. പൊതുവേ എല്ലാവർക്കും 7 ഇഞ്ചാണ് എടുക്കാറ്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം, 7 ഇഞ്ചോ അല്ലെങ്കിൽ 8 ഇഞ്ചോ എടുത്തിട്ട് ഇതേപോലെ അളവുകൾ ഉണ്ടാക്കുക. അപ്പോൾ മുകളിലത്തെ ഭാഗം നമ്മളുടെ മെഷർമെൻറ്റ്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് തൊട്ട് താഴത്തേക്കുള്ള കാലിൻ്റെ ഭാഗത്തെ അളവുകൾ നോക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ പിക്ചർ വരച്ച് വെക്കുക. എന്നിട്ട് D1, D2, D3, B, G എല്ലാം അതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് D1, BGയുടെ മെഷർമെൻറ്റ് വരുന്നതെല്ലാം പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഒരു സൈഡിൽ എഴുതി വയ്ക്കുക കേട്ടോ. ഒരു സൈഡിൽ പിക്ചറും ഒരു സൈഡിൽ നോട്ട്സും എഴുതി വയ്ക്കുക. ആദ്യം നമുക്ക് D1, D2ൻ്റെ അളവ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറയാം. അവിടെയാണ് നമ്മൾ പ്ലീറ്റ്സ് ഇടുന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ അളവെടുക്കുന്നത് സീറ്റ് വണ്ണം എത്രയാണോ ഒരാളുടെ അത് ഡിവൈഡഡ് ബൈ 3 + 5 ഇഞ്ച് എടുക്കുക. അതല്ലെങ്കിൽ തുണിയുടെ വീതി നമ്മൾ 4ആയിട്ട് മടക്കിയിടുമ്പം തുണിക്ക് വരുന്ന വീതി എത്രയാണോ അത്രയും തന്നെ എടുക്കുക. മെഷർമെൻറ്റ് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അളവുണ്ടല്ലോ, സീറ്റ് വണ്ണം ഡിവൈഡഡ് ബൈ 3 + 5 ഇഞ്ച്, അത് ആ D1, D2ൻ്റെ അവിടെ എഴുതി വയ്ക്കുക. ഓരോരുത്തരുടെയും മെഷർമെൻറ്റ്സിനനുസരിച്ചിട്ടാണ് എഴുതേണ്ടത്. അതനുസരിച്ചിട്ട് എഴുതുക. ഞാനിപ്പം നിങ്ങളെ തയ്ച്ച് കാണിക്കാൻ പോകുന്നത് എൻ്റെ മോളുടെ അളവാണ് കേട്ടോ. അപ്പോൾ ആ അളവിലാണ് ബോട്ടം തയ്ക്കാൻ പോകുന്നത്. നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സ് ഉണ്ടാക്കി തയ്ക്കുക. ഇനി അടുത്തത് D2, D3 ആണ്. D2, D3 എന്ന് പറയുന്നത് ക്രോച്ച് ലെങ്ത് ആണ്. അപ്പോൾ ക്രോച്ച് ലെങ്ത് എടുക്കേണ്ട മെഷർമെൻറ്റ് എന്ന് പറയുന്നത് സീറ്റ് വണ്ണം ഡിവൈഡഡ് ബൈ 3 + 3 കാണുക. അതിൻ്റെ കൂടെ മുകളിലത്തെ ബാൻഡിൻ്റെ ആ ഒരു A1 ഉണ്ടല്ലോ, 7 അല്ലെങ്കിൽ 8, അത് മൈനസ് ചെയ്യുക. A1, C1 രണ്ടും ഒന്ന് തന്നെയാണ്. 7 അല്ലെങ്കിൽ 8 എത്രയാണോ എടുത്തിരിക്കുന്നത്, 7 ആണെങ്കിൽ 7 മൈനസ് ചെയ്യുക, 8 ആണെങ്കിൽ 8 മൈനസ് ചെയ്യുക. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് D2, D3 എന്നുള്ള ആ ഒരു മെഷർമെൻറ്റ്സ് കിട്ടും. ഈ രീതിയിൽ അളവുകളെടുത്ത് തയ്ക്കുമ്പോൾ കറക്റ്റാണ്, പിടുത്തമൊന്നും വരുന്നില്ല. ഞാൻ ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ വളച്ചൊന്നും എടുക്കില്ല കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കാറ്. ഇനി അടുത്തത് കാണേണ്ടത് ലെങ്ത് ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ ലെങ്ത് ആദ്യമേ തന്നെ കണ്ടുവയ്ക്കുക. ടോട്ടൽ ലെങ്ത് കാണേണ്ടത് നമ്മൾ എടുത്തിരിക്കുന്ന ലെങ്ത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. അങ്ങനെ ഒരു കൂട്ടിയൊരു മെഷർമെൻറ്റ് ആദ്യമേ തന്നെ ഉണ്ടാക്കി വയ്ക്കുക. ആദ്യം തന്നെ ടോട്ടൽ ലെങ്ത് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് കണ്ടുപിടിച്ച് വെക്കണം. അതായത് ലെങ്ത് + 3 ഇഞ്ച് കണ്ടുവയ്ക്കുക. ഇനി ബാൻഡ് കഴിഞ്ഞിട്ടുള്ള താഴത്തേക്കുള്ള ഭാഗത്തിൻ്റെ ലെങ്ത് എടുക്കാം. അതാണ് ഇവിടെ D1, B എന്ന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അത് ഉണ്ടാക്കാൻ ഈസിയാണ്. നമ്മൾ എത്രയാണോ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത്, അതായത് ലെങ്ത്തിൻ്റെ കൂടെ 3 ഇഞ്ച് കൂട്ടിയില്ലേ, അത് മൈനസ് A1 ചെയ്യുക. A1 എന്ന് പറയുന്നത് 7 അല്ലെങ്കിൽ 8 ഇഞ്ച്. അപ്പോൾ ലെങ്ത് കിട്ടി, മുകളിൽ പ്ലീറ്റ്സ് ഇടാനുള്ള ആ ഒരു വീതി കിട്ടി, ക്രോച്ച് ലെങ്ത് കിട്ടി. ഇനി ഏറ്റവും താഴത്തെ വണ്ണമാണ് വേണ്ടത്, ആംഗിളിൻ്റെ വണ്ണം. ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എടുക്കേണ്ട എളുപ്പവഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ നമ്മൾ അളവെടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ, ആംഗിളിനെ ചുറ്റിച്ചുള്ള അളവെടുക്കുകയാണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 2 കാണുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുക. ഇനി ഏറ്റവും താഴത്തെ പട്ട നമ്മളൊരു പ്രത്യേക രീതിയിലാണ് വെക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതിന് മുന്നേ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് 18 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള 4 പീസ് എടുക്കുക.
ഞാൻ നോർമൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കാം, എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, മെഷർമെൻറ്റ്സ് തനിയെ എടുക്കുക, എന്നിട്ട് അതിൻ്റെ അളവുകളെല്ലാം ഉണ്ടാക്കി വെക്കുക. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പിക്ചർ വരയ്ക്കുക, എന്നിട്ട് ആ പിക്ചറിൽ എല്ലാ അളവുകളും എഴുതി വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് പഠിക്കാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.